എങ്ങനെ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാം, അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അതിന്റെ ഡിഫറെന്റ് ഡിഗ്രീസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് ഗ്രാഫായിട്ട് വരയ്ക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രോബ്ലം ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എങ്ങനെ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. സോ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, പെർസെന്റേജ് മെത്തേഡ്. പെർസെന്റേജ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അതായത് സപ്പോസ് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, നമ്മുടെ ഡിമാൻഡിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 6% ആണ്, ആൻഡ് നമ്മുടെ പ്രൈസിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 10% ആണ്. ഇങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡാണ് എന്താക്കേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്താക്കും, പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ വന്ന പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് 6% ആണ്. സോ 6/10 എന്ന് നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കും. ഇനി അതല്ല, നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. അതാണ് ഏത്, ഈ ഒരു മെത്തേഡ്. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യനിലും നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പ്രകാരം നമ്മൾ എങ്ങനെയാ കാണാം, അതായത് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ വന്ന ചേഞ്ച് ആണ്. നമ്മളോട് ഇപ്പൊ പറയാണ് 10 ഉള്ളത് 15 ആയി, ഡിമാൻഡ് 10 ഉള്ളത് 15 ആയി. സോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ചേഞ്ച് ഇൻ പ്രൈസ് ആണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. ദെൻ പി എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ പ്രൈസും ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ ക്വാണ്ടിറ്റിയും ആണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരെ ഇങ്ങനെ ആയിരിക്കും. അതായത് നമ്മളോട് പറയാനേ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 10 ഉള്ളത് 15 ആയി എന്ന് നമ്മളോട് പറഞ്ഞു. 10 ഉള്ളത് 15 ആയി ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ. പ്രൈസിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 15 ഉള്ളത് 13 ആയി. പ്രൈസ് 15 ഉള്ളത് 13 ആയി, ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 10 ഉള്ളത് 15 ആയി. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 5 ആണ്. ആൻഡ് നമ്മുടെ പ്രൈസിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 2 ആണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് 2 ആണ്. ദെൻ പി, നമുക്ക് പിന്നെ ഈ ഒരു പി ആണ് വേണ്ടത്. ഈ ഒരു പി എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ പ്രൈസ് ആണ്. അതായത് 15 ആണ് ഫസ്റ്റ് ഉള്ള നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്, വിച്ച് മീൻസ് 10 ആയിരിക്കും നമ്മുടെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് ആണ് ജിയോമെട്രിക് മെത്തേഡ്. ജിയോമെട്രിക് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാം. നമ്മുടെ പോയിന്റ് എവിടെയാണോ, നമ്മുടെ ഈ ഒരു ലൈനിൽ പോയിന്റ് എവിടെയാണോ അതിന്റെ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ആണ്. ലോവർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മിഡ് പോയിന്റിന്റെ താഴേക്കുള്ള ഭാഗത്തിനാണ് നമ്മൾ ലോവർ സെഗ്മെന്റ് എന്ന് പറയാം. അതിന്റെ മുകളിലേക്കുള്ള ഭാഗത്തിനാണ് നമ്മൾ അപ്പർ സെഗ്മെന്റ് എന്ന് പറയാം. സപ്പോസ് താഴേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞത് ഒരു 10ഉം മുകളിലേക്ക് ഒരു 3ഉം ആണ്. സോ നമ്മൾ എന്ത് എഴുതും, 10 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ തേർഡ് മെത്തേഡ് ആണ് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ടേംസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിൽ നമ്മൾ എങ്ങനെ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്, ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ അതായത് when price and total expenditure moves opposite direction, അതായത് പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയാണ്, അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മോർ ഇലാസ്റ്റിക് എന്നാണ് പറയാം. പ്രൈസ് കൂടുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയാണ്, ആൻഡ് പ്രൈസ് കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടാണ്. അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, മോർ ഇലാസ്റ്റിക് എന്ന് പറയും. ഇനി പ്രൈസും ടോട്ടൽ എക്സ്പെൻഡിച്ചറും സെയിം ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലെസ് ഇലാസ്റ്റിക് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. പ്രൈസ് കൂടുമ്പോൾ അത് എക്സ്പെൻഡിച്ചറും കൂടും, പ്രൈസ് കുറയുമ്പോൾ എക്സ്പെൻഡിച്ചറും കുറയും. രണ്ടും സെയിം ഡയറക്ഷൻ, അതായത് ഡയറക്ട്ലി റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലെസ് ഇലാസ്റ്റിക് എന്നാണ് പറയാം. ഇനി പ്രൈസിൽ എത്ര ചേഞ്ച് വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിന് അത് ഒരു കാരണവശാലും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ പ്രകാരം നമുക്ക് 3 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ദെൻ നമ്മുടെ ലാസ്റ്റത്തെ മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്, മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ലീനിയർ ഡിമാൻഡ് കർവ്.
ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. അതായത് ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഇതിലെ മിഡ് പോയിന്റിന് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്നാണ് പറയാ. നമ്മുടെ പോയിന്റ് മിഡ് പോയിന്റിലാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. അതായത് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി എക്സ് ആക്സിസിന്റെ മുകളിലാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 0 ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ആൻഡ് നമ്മുടെ പോയിന്റ് വൈ ആക്സിസിന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ദെൻ ഈ ഒരു മിഡ് പോയിന്റിന്റെയും അതുപോലെ തന്നെ ഇൻഫിനിറ്റിന്റെയും ഇടയിലുള്ളതിന് നമ്മൾ ഹൈ ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ ഹൈ ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ മിഡ് പോയിന്റിന്റെയും എക്സ് ആക്സിസിന്റെയും ഇടയിലുള്ള ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, നമ്മൾ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ആണ്. ദെൻ ഈ ഒരു ലാസ്റ്റ് മെത്തേഡ് നമ്മളോട് ചിലപ്പം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്താക്കുക, ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.